നമുക്കിന്ന് എൻ്റെ ഒരു വിഷു ദിവസം എങ്ങനെയാണെന്ന് കാണാം. പുലർച്ചയ്ക്ക് തന്നെ എണീച്ചിട്ട് നല്ല ഐശ്വര്യത്തോടെ കണി കണ്ടിട്ടാണ് വിഷു ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ. നമ്മളതൊരു കുഞ്ഞു കണിയാണ് ഈ പ്രാവശ്യം ഉണ്ടായത്. ജാവീനെ ഞാൻ പുലർച്ചെ കണിയിപ്പിച്ചിട്ടില്ല, എന്നാൽ പിന്നെ കണക്കായി പോയി. ഇവിടെ കരച്ചിലിൻ്റെ മഴയായിരിക്കും, അവനായിട്ട് തന്നെ എണീച്ചിട്ടില്ലെങ്കിൽ അവൻ വല്ലാണ്ട് കരയും ഗൈസ്. പിന്നെ രാവിലെ അവൻ എണീച്ചപ്പോൾ കണി കാണിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ച് കണി കണ്ടപ്പോൾ തന്നെ മൂപ്പർക്ക് ഭയങ്കര സന്തോഷമായി. ആദ്യം തന്നെ അവൻ ശ്രദ്ധിച്ചത് ഉണ്ണിയപ്പമാണ് കേട്ടോ. അത് അപ്പം എന്ന് പറഞ്ഞിട്ടാണ് കാണിച്ചു തന്നത് എനിക്ക്. പിന്നെ ഞാൻ വേഗം അവന് ഫുഡെല്ലാം കൊടുത്തിട്ട് അമ്മക്ക് കുറച്ച് ഉള്ളിയെല്ലാം മുറിച്ച് കൊടുക്കാനുണ്ടായിന്, അങ്ങനെ അതെല്ലാം കട്ട് ചെയ്ത് കൊടുത്ത്. ശ്രീ ആണെങ്കിൽ രാവിലെ ചോദിക്കാൻ തുടങ്ങിയ ജാവീൻ്റെ ഫോട്ടോന്. അങ്ങനെ ഞാനും കുളിച്ച് വേഗം അവനെയും കുളിപ്പിച്ചിട്ട് അവൻ്റെ കുറച്ച് ഫോട്ടോസ് എല്ലാം എടുത്തിട്ട് അയച്ചു കൊടുത്ത്. ഇത് ജാവീൻ്റെ ഫസ്റ്റ് ഡ്രസ്സാണ് കേട്ടോ. പിന്നെ അമ്മ വെച്ച പായസം കുടിച്ച് അപ്പോഴേക്ക് ഫുഡ് റെഡി ആയിട്ടുണ്ടായിന്. ചെമ്മീൻ ബിരിയാണിയും ചിക്കൻ ഫ്രൈയും ആണ് നമുക്ക് ഉണ്ടായത്. നമ്മളിങ്ങനെ ഓണം വിഷു എല്ലാം വരുമ്പോൾ സദ്യ ഒന്നും ആക്കുന്ന ടൈപ്പല്ല ഗൈസ്, എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലും ബിരിയാണി എല്ലാം ആക്കല്. അങ്ങനെ ഞാൻ അത് ആസ്വദിച്ച് തിന്ന്. അച്ഛന് നമ്മളെല്ലാവരും ഒന്നിച്ചിരുന്ന് ഫുഡ് കഴിക്കുന്നതാണ് ഇഷ്ടം, പക്ഷെ അച്ഛൻ വരുന്നതിന് മുമ്പേ ഞാനും ഏട്ടന് തിന്നുപോയി ഗൈസ്. അച്ഛന് സങ്കടമായി എന്നിട്ട് പിന്നെ ജാവി അച്ഛൻ്റെ ഒപ്പം ഇരുന്നിട്ട് ഫുഡെല്ലാം കഴിച്ച്. ജാവി ആണെങ്കിൽ ഫോണിൽ എപ്പോഴും എൻ്റെ വീഡിയോസ് മാത്രമാണ് നോക്കുക. ഇനി എനിക്ക് ജാവിൻ്റെ രണ്ടാമത്തെ ഡ്രസ്സ് ഇട്ടിട്ടില്ല, പിക്ക് എടുക്കാനുണ്ട്. അപ്പോൾ ഇതാണ് ജാവിൻ്റെ വിഷുവിൻ്റെ മെയിൻ ഡ്രസ്സ് കേട്ടോ. നല്ല ഉണ്ടോ എന്നെല്ലാം കമൻറ്റ് ചെയ്യണേ. അവനൊരു വക എനിക്ക് ഫോട്ടോയിൽ നിന്നിരുന്നുണ്ടായിട്ടില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കുന്നതാണ് ഉണ്ടായത്. പിന്നെ എനിക്ക് ഫോട്ടോസ് എടുക്കാൻ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ എങ്ങനെയല്ലോ കഷ്ടപ്പെട്ടിട്ട് അവൻ്റെ നല്ല ഫോട്ടോസ് എല്ലാം എടുത്ത്. ഞങ്ങൾക്ക് രണ്ടാക്കും തണുപ്പ് പിടിച്ചിട്ട് തീരെ കഴിയുന്നുണ്ടായിട്ടില്ല, പക്ഷെ എന്നാലും ഞാൻ എങ്ങനെയല്ലോ അവൻ്റെ ഫോട്ടോസ് കുറച്ച് എടുത്തിന്. അപ്പോൾ ഈ ഫോട്ടോസ് ഇഷ്ടപ്പെട്ടിനോ ഇല്ലയോ എന്ന് എന്തായാലും കമൻറ്റിലൂട്ട് പറയണേ. അപ്പോഴേക്കും നല്ല മഴക്കാറായിട്ട് പെരും മഴ പെയ്ത്. അതുകൊണ്ട് പിന്നെ നമ്മൾ എവിടെയും പോയിട്ടൊന്നുമില്ല, മഴയോടുകൂടി ഈ വർഷത്തെ വിഷു അവസാനിച്ചു.